സ്റ്റീഫൻ ഗ്രെയിൻബ്ലാറ്റിൻ്റെ സെൽഫ് ഫാഷനിങ് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ സെൽഫ് ഫാഷനിങ് എന്ന് പറയുന്ന ടേം അതാദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് ആണ്. ആൻഡ് അദ്ദേഹം ആ ടേം യൂസ് ചെയ്തത് ഒരു പേഴ്സൻ്റെ ഐഡൻറ്റിറ്റി അതൊരു സോഷ്യലി അക്സെപ്റ്റബിൾ രീതിയിൽ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം എന്ന ആ ഒരു പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് സെൽഫ് ഫാഷനിങ് എന്ന ടേം സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഒരു ടിപ്പിക്കൽ റിനൈസൻസ് മാൻ അദ്ദേഹം ഹി വിൽ ബി ഓൾവേസ് ഇൻസ്ട്രക്റ്റഡ് ടു ഡ്രസ് ഇൻ ദ ഫൈനസ്റ്റ് ക്വാളിറ്റി ഓഫ് ക്ലോത്ത് ഹി കുഡ് അഫോർഡ്. അപ്പം ഒരാൾക്ക് ഒരു ടിപ്പിക്കൽ നോബിൾമെൻ അദ്ദേഹത്തിന് പറ്റുന്ന ഏറ്റവും ഫൈനസ്റ്റ് ക്ലോത്തിങ് എന്താണോ അതായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ് ഒരു നോബിൾമെൻ എന്ന് പറയണമെങ്കിൽ ഹീ ഷുഡ് ബി വെൽ വേഴ്സ്ഡ് എഡ്യൂക്കേറ്റഡ് ഇൻ ആർട്ട്, ലിറ്ററേച്ചർ, സ്പോർട്സ് ആൻഡ് എവറിഥിങ്. So this was mainly practiced by the upper class. Okay, so and ആ ടൈമിലുള്ള റൈൻസൻസ് പോർട്രേറ്റിലും നമുക്ക് ഈ പറഞ്ഞ പോലെ നോബിൾമെൻറ്റിൻ്റെയും ഹൗ നോബിൾമെൻ ഷുഡ് ബി ആൻഡ് ഓർ ഹൗ വുമൻ ഷുഡ് ബി എന്നുള്ളത് ക്ലിയർലി നമുക്ക് ആ ടൈമിൽ പോർട്രേറ്റിലും കാണാൻ പറ്റുമായിരുന്നു. സോ നമുക്ക് മാസ്കുലിനിറ്റി എടുക്കുകയാണെങ്കിൽ ദ മെയിൻ ട്രേറ്റ് ഫോർ മാസ്കുലിനിറ്റി വാസ് അതോറിറ്റി ആൻഡ് പവർ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു മെയിൽ റൂളറിനെ പോർട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വെപ്പൺ കാണും. സോ എന്തായിരിക്കും വുമണിൻ്റെ അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ബ്യൂട്ടി. ഓക്കെ, ബിക്കോസ് ദിസ് ബ്യൂട്ടി റെപ്രസെൻറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് പ്യൂരിറ്റി. സോ വിമൻ they will be always dressed in fancy and also fancy dresses and they will also have elaborate jewelry. So എന്നാൽ മാത്രമേ എന്താണ് that women will fit according to this society. So Stephen Greenblatt, what he tries to do is to study the 16th century life and literature. So ഈ സെൽഫ്ഹുഡ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി, വൺസ് ഐഡൻറ്റിറ്റി, അത് അദ്ദേഹം ആ ടൈമിലുണ്ടായിരുന്ന ലീഡിങ് ലിറ്റററി ഫിഗേഴ്സ് ഓഫ് ഇംഗ്ലീഷ് റിനൈസൻസ് അതിൽ ചെക്ക് ചെയ്യണം. ലൈക്ക് ദ വർക്ക് ഓഫ് മോർ, Tyndale, Wyatt, Spenser, Marlowe, Shakespeare. That is, from Moore to Shakespeare, his intention was to examine the structure of selfhood and thus major literary figures of English Renaissance from Moore to Shakespeare. And അദ്ദേഹത്തിൻ്റെ observation is that the nature of identity heavily influenced the literature of the era. ആ ടൈമിലുണ്ടായിരുന്ന ആ ഒരു ലിറ്ററേച്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വൺസ് ഐഡൻറ്റിറ്റി, ഹൗ എ മാൻ ഷുഡ് ബി, ഹൗ എ വിമൻ ഷുഡ് ബി എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇൻ 1539 Spencer says fashion means fashion a gentleman. So for Spencer, fashioned എന്ന് പറഞ്ഞാൽ self fashion means just to fashion a gentleman. So by fashion എന്ന് പറയുമ്പം ഒന്നുകിൽ he means that action അല്ലെങ്കിൽ process of making അതായിരിക്കണം ഒരു ഇംപ്ലിക്കേഷൻ. രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു അപ്പിയറൻസിനെ ആയിരിക്കാം ഫാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് സ്റ്റൈൽ ഓഫ് പാറ്റേൺ, സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, അതൊക്കെ ആയിരിക്കാം. And fourth, it may be the form of self, one's identity, അതായിരിക്കാം. And this very fashion is not found in Chaucer's poetry. So he self-fashioning എന്ന് പറയുന്ന ബുക്ക് ദാറ്റ് ആക്ച്വലി കണ്ടെയ്ൻ 6 chapters. ഈ 6 chapterൽ 2 ട്രയാഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ആദ്യത്തെ ട്രയാഡ് റെപ്രസെൻറ്റ് ചാപ്റ്റർ 1 to 3 ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ് ലിറ്റററി ഫിഗേഴ്സ് ലൈക്ക് തോമസ് മോർ, വില്യം ടിൻഡേൽ ആൻഡ് വ്യാട്ട്. ആൻഡ് രണ്ടാമത്തെ ട്രയാഡ് ചാപ്റ്റർ 4 to 6 ആണ്. അതിൽ സ്പെൻസർ, മാർലോ ആൻഡ് ഷേക്സ്പിയർ ഇത്രയായിരുന്നു. ആൻഡ് ദ ഫസ്റ്റ് ട്രയാഡ് ദാറ്റ് ഈസ് ഫ്രം ചാപ്റ്റർ 1 to 3 we can see a shift from church to book and to absolutist state. And the second triad, that is from 4 to 6, we can see a shift from celebration to rebellion to subversive submission. And the always more, and these writers, they were not stable. So endukond avaru stable, even though they are not stable, all these writers have powerful and influential form of a Renaissance self-fashioning. So why they are not stable? Because മോറും ചിൻറ്റലിനും ഇടയിലുള്ള conflict, it arises due to Wyatt's concept of self-fashioning. And the conflict between Spencer and Marlowe arises because of the concept of self-fashioning in Shakespeare.
ആൻഡ് ഈ സ്റ്റീഫൻ ഗ്രീൻ ബ്ലാക്ക് and Greenblatt theory, he was always influenced by a French sociologist and historian Michael Foucault. So മൈക്കിൾ ഫൂക്കോൻ്റെ തിയറീനെ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്, അതിൽ നിന്ന് ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്. To conclude the idea of self-fashioning, Greenblatt, he says that the idea of this self-fashioning അത് ആദ്യം is first depicted in the book of the courtier by Baldassare. സോ അതിനകത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെൽഫ് ഫാഷനിങ് എന്ന് പറഞ്ഞാൽ ഈ വെരി ടേം, ആ ടേം എങ്ങനെയാണ് സെൽഫ്ഹുഡും ആ സെൽഫ്ഹുഡ് എങ്ങനെയാണ് ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മാനർ ഇത് ഓർ ഹൗ അവർ സെൽഫ്ഹുഡ് ഇറ്റ് ഗെറ്റ് ഇൻവോൾവ് വിത്ത് കൺസ്ട്രക്റ്റഡ് റൂൾസ് ഫോംഡ് ബൈ ദ സൊസൈറ്റീസ്. സോ ഡേവിഡ് കച്റ്റ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളായ ദ സെമിയോട്ടിക്സ് ഓഫ് മാസ്കുലിനിറ്റി ഇൻ റിനൈസൻസ് ഇംഗ്ലണ്ട്, അതിനകത്ത് ദിസ് ഐഡിയ ദാറ്റ് വാസ് ഫൗണ്ട് ഇൻ ബാൽഡസേർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു റോൾ, അദ്ദേഹത്തിൻ്റെ ബുക്കിലുണ്ടായിരുന്ന ആ റോളും അത്രത്തോളം റിനൈസൻസ് ഇംഗ്ലണ്ടിൽ എഫക്റ്റ് ആവുന്നുണ്ടെന്നെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളായ ദ സെമിയോട്ടിക്സ് ഓഫ് മാസ്കുലിനിറ്റി ഇൻ റിനൈസൻസ് ഇംഗ്ലണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ടിപ്പിക്കൽ നോബിൾ മെൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഒരു മൊണാർക്കി എന്ന് പറയുന്നു, ആ മൊണാർക്കി എന്തൊക്കെ ഡ്രസ് മാനേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ഡ്രസ്സും മാനേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ അക്കോർഡ് ചെയ്യുന്ന ആൾ മാത്രമേ നോബിൾ മെൻ ആവത്തുള്ളൂ അന്നത്തെ റിനൈസൻസ് ഇംഗ്ലണ്ടിൽ. അതുകൊണ്ട് തന്നെ ഹി കാൺട്ട് വെയർ അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷ്. സോ ബിക്കോസ് ഹിസ് ഡ്രസ് റെപ്രസെൻറ്റ് ഹിസ് പൊസിഷൻ ഇൻ ദിസ് വെരി സൊസൈറ്റി. And this was also applicable to women. This also meant the use of feminine aspect of dress and conduct. For women, the popular figure to imitate was Virgin Mary. As I told you, only this will show their beauty. This is to show their purity. And these were some of the main important points that Stephen Greenblatt discussed in his self-fashioning Renaissance from More to Shakespeare. Hope you understood. Thank you.